ഹലോ, ഇന്നത്തെ പാചകം ഒരു ചെറിയൊരു സ്വീറ്റാണ് കേട്ടോ. പക്ഷേ പാചകം അതല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു കുഞ്ഞു മോട്ടിവേഷൻ ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വീഡിയോ ആണെങ്കിലും എന്താ ഒരു കുഞ്ഞു മോട്ടിവേഷൻ കൊടുത്താലോ. ഇന്നലെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ചെറിയ കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്നത്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളിൽ ഒത്തിരി പേര് കുറ്റം പറയാറുണ്ടല്ലേ? നിങ്ങൾ പറയാറില്ലേ? എന്തെങ്കിലും ഒരു ചെറിയ കുറ്റം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളുടെ കൂട്ടുകാരുടെ പറ്റിയോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ആൾക്കാരുടെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, നിങ്ങൾ കുറ്റം പറയാറില്ല, സമ്മതിച്ചു. പക്ഷെ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ കുറ്റം പറയുമോ ഇല്ലേ എന്ന് നിങ്ങൾക്കറിയാമോ? പറയുമായിരിക്കും, പറയത്തില്ലായിരിക്കും അല്ലേ? അപ്പം നമ്മൾ കുറ്റം പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറ്റം പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഒരാളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് നമ്മൾ ഒരാളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടോ ഇല്ലേന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കട്ടിൽ നമ്മൾ രാവിലെ എണീറ്റ് ബെഡ്ഷീറ്റൊക്കെ കുടയും, തലേണ കവറൊക്കെ കുടയും. പക്ഷെ ചിലപ്പോഴൊക്കെ കട്ടിലിൻ്റെ അടി നമ്മൾ തൂക്കാൻ മറന്നു പോകും. അപ്പോൾ എന്താണ്, നന്നായിട്ട് ഡസ്റ്റൊക്കെ കയറിയിരിക്കും അല്ലേ? അതേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ മൈൻഡ്. നമ്മളിപ്പം വേറൊരാളുടെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ മാറ്റിവെക്കുകയാണ്, നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ കാണാതിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വേറൊരാളുടെ പറ്റി കുറ്റം പറയാതെ നമ്മുടെ തെറ്റായ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. കുറ്റങ്ങൾ എന്തിനാണ് നമ്മൾ പറയുന്നത്? കുറ്റങ്ങൾ പറഞ്ഞിട്ട് എന്താ നമുക്ക് കിട്ടുന്നത്? കുറ്റങ്ങൾ പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് മുഴുവൻ നെഗറ്റീവ് തിങ്സ് ആയിട്ട് മുഴുവൻ ഫുള്ളാവുകയാണ്. നമ്മുടെ മൈൻഡ് മുഴുവൻ നെഗറ്റിവിറ്റി ആവുകയാണ്. നമുക്ക് എന്തിനാണ് ഈ നെഗറ്റീവ് എനർജി? ഈ നെഗറ്റീവ് എനർജി നമ്മളെ സ്ട്രെസ് ആക്കുവാണ്, സ്ട്രെയിൻ ആക്കുവാണ്, നമ്മുടെ എനർജി മുഴുവൻ വേസ്റ്റ് ആക്കുവാണ്. ഇപ്പോൾ ഒരാളെ പറ്റി കുറ്റം പറയുമ്പോൾ നമ്മൾ കാതോർത്ത് അത് കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പറയുന്ന ആൾ ചിലപ്പോൾ നമ്മുടെ ഒരു മിത്രമായിരിക്കും. അപ്പോൾ അവർ പറയുന്ന എല്ലാ കാര്യവും നമ്മൾ വിശ്വസിച്ച് പോകും. പക്ഷേ പറയുന്ന ആളുടെ ആക്ച്വൽ സ്വഭാവം നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ അവരൊരു നല്ല സ്വഭാവക്കാരിയായിരിക്കും അല്ലെങ്കിൽ നല്ല സ്വഭാവക്കാരനായിരിക്കും. പക്ഷേ ഇവർ നമ്മളോട് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക ശരിയാണ്, അവർ ഇങ്ങനെയാണ്, അവർ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിച്ച് പോകും. പിന്നെ നമ്മൾ അവരുടെ പറ്റി തന്നെ ആലോചിച്ച് നമ്മുടെ എനർജി മുഴുവനും വേസ്റ്റ് ആക്കുവാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും കേൾക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നിങ്ങളോടല്ല കേട്ടോ ഞാൻ പറയുന്നത്, കുറ്റം പറയുന്ന ആൾക്കാരോടാണ്. എനിക്കറിയാം ഒത്തിരി പേര് അങ്ങനെയൊന്നും അല്ല എന്ന്. പക്ഷെ ഞാൻ ഇന്നത്തെ ഒരു ടോപ്പിക് എടുത്ത ഈ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ കുറ്റം പറയുന്ന ആൾക്കാരോട് മാത്രമാണ്. അപ്പം കുറ്റം ഇങ്ങനെ പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ ഒരാളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ എനർജിയാണ് നഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് മാത്രം നെഗറ്റീവ് തോട്ട്സ് മാത്രമാണ് വരുന്നത്. ഒരു പോസിറ്റിവിറ്റി നമുക്ക് വരില്ല. നമുക്കൊരു പോസിറ്റീവ് എനർജി വേണമെങ്കിൽ, നമുക്കൊരു പോസിറ്റിവിറ്റി വേണമെങ്കിൽ നമ്മൾ തന്നെ തുടങ്ങണം. ഇന്ന് തൊട്ട് വേറൊരാളുടെ വീട്ടിൽ പോയി എത്തി നോക്കുന്നത് നിർത്തിയിട്ട് നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കാൻ പഠിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയോണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലെ പണികൾ ഫസ്റ്റ് ചെയ്യാൻ നോക്കുക. ഞാനും ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ബോറടിക്കുന്ന കാര്യങ്ങൾ ഞാൻ കോമഡി വീഡിയോസൊക്കെ നോക്കും, ചില ഫാമിലി വീഡിയോസൊക്കെ നോക്കും. അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ നോക്കി എൻ്റെ വീട്ടിലെ പണികളൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അമ്മയോട് സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കണമെങ്കിൽ നമ്മൾ അവരോട് സംസാരിച്ചിട്ട് തന്നെ നമ്മുടെ വീട്ടിലെ പണികളൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇത് നല്ല ടെക്നിക്കാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ടൈമും പോകും, നമ്മുടെ പണിയും നടക്കൂല. അപ്പോൾ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ വർത്തമാനം പറഞ്ഞുകൊണ്ടും ഇരിക്കാൻ നമ്മുടെ പണികൾ കഴിയുകയും ചെയ്യും. അപ്പോൾ വെറുതെ എന്തിനാണ് നമ്മൾ അനാവശ്യ കാര്യങ്ങളിൽ നമ്മുടെ എനർജി വേസ്റ്റ് ആക്കുന്നത്? അപ്പോൾ എപ്പോഴും നമ്മുടെ വീട് നല്ല പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം, പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യണം. കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, അവർ നമ്മളെ കണ്ട് വളരുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറ്റം പറയുമ്പോൾ അവരും അത് തന്നെ വിചാരിക്കും, ശരിയാണ്, ഇത് കറക്റ്റ് വേ ആണ്, അമ്മയും അച്ഛനും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മളും ഇതേപോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അവർ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവർ ഏതെങ്കിലും കുട്ടികളുടെ പറ്റി കുറ്റം പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ അമ്മ ആ കുഞ്ഞിങ്ങനെ മിസ്റ്റേക്ക് ചെയ്തു, അല്ലെങ്കിൽ അവൾ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴേക്ക് നമ്മളതൊരു നെഗറ്റീവായിട്ടല്ല അവരോട് പറയേണ്ടത്, നമ്മളൊരു പോസിറ്റീവ് വേയിൽ പറയണം. ചിലപ്പോൾ മോനെ അത് സാരമില്ല, അവൾ അങ്ങനെ ചെയ്തു, ചിലപ്പോൾ അറിയാതെ ചെയ്തതായിരിക്കും, നെക്സ്റ്റ് ടൈം ചെയ്യുവാണെങ്കിൽ നമുക്ക് അവളോട് പറയാം, അല്ലെങ്കിൽ അവളുടെ പാരൻസിനോട് പറയാം ഇത് തെറ്റാണെന്ന്. തെറ്റായ വല്ല കാര്യം ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ തെറ്റായ കാര്യമാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ അവരുടെ പാരൻസിനെയൊക്കെ ഇൻഫോം ചെയ്യുന്നതാണ് ബെസ്റ്റ്. അപ്പോൾ ചെറിയ ചെറിയ കുട്ടികളുടെ കാര്യങ്ങൾ വഴക്കൊക്കെ ആണെങ്കിൽ നമ്മളത് എന്താ പറഞ്ഞാൽ ഒരു പോസിറ്റീവ് വേയിൽ അപ്രോച്ച് ആവണം, പോസിറ്റീവ് വേയിൽ വേണം നമ്മളത് സോൾവ് ചെയ്യാൻ.
എന്നാലേ കുട്ടികൾ നാളെ പോസിറ്റീവായിട്ട് വളരത്തുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോഴത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി നമുക്ക് പെട്ടെന്ന് തന്നെ വിഷമം വരാനും സങ്കടങ്ങൾ വരാനും ഒക്കെ. അപ്പം നമ്മൾ ഇപ്പോഴേ തൊട്ട് തന്നെ ഒന്ന് പോസിറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക മൈൻഡ് ചെയ്യാതെ പോകാൻ വേണ്ടി നമുക്ക് വളരെ നന്നായിട്ട് ഹെൽപ്ഫുൾ ചെയ്യും. അപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന എൻ്റെ പോലെ ഹൗസ് വൈഫ്സൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ സ്ട്രെസ്ഡ് ആവാറുണ്ട്, പെട്ടെന്ന് തന്നെ സ്ട്രെയിൻ ആവാറുണ്ട്. നമുക്ക് നമ്മുടെ മൈൻഡിൽ കുറേ കാര്യങ്ങളാണ്, നമുക്ക് എല്ലാവരോടും ഇത് പറയാൻ പറ്റില്ല. അവരൊക്കെ ചോദിക്കും വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലേ, എന്താണ് ഇത്ര ആലോചിക്കുക. പക്ഷേ നമ്മുടെ മൈൻഡിൽ നടക്കുന്ന പല കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ മാറ്റി വെക്കണം, നല്ല ബുക്സ് റീഡ് ചെയ്യുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്കിതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.